ഷമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാങ്ങ കൊണ്ടുള്ളൊരു കാളനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 5-8 മാങ്ങ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. നമ്മളൊരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. 8 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് 6 എണ്ണം മതിയാവും. നമ്മൾ പച്ചമാങ്ങയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്ക് കാളനോ അല്ലെങ്കിൽ മോര് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ കറികളൊക്കെ 2-3 ദിവസമൊക്കെ നമ്മൾ വെച്ചാൽ 2-3 ദിവസം വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയാണ് ഈ കാളനും പുളിശ്ശേരിയും മോര് കറിയൊക്കെ. നമുക്ക് ഈ മാങ്ങയൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇറങ്ങണമെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് ഇങ്ങനെ ഇട്ടാൽ കാര്യമില്ല. നമുക്ക് തൊലി ഇങ്ങനെ പൊളിച്ച് കളയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെച്ചാൽ മതി. ഇതെല്ലാം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ മാങ്ങ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് എൻ്റെ മോൻ കന്യാകുമാരിക്ക് ഒരു ടൂറ് പോയപ്പോൾ എനിക്ക് മേടിച്ച് കൊണ്ട് തന്നെയാണ്. ഇടികല്ലിന് പകരം ഇത് മരത്തിൻ്റെയാണ്. ഇത് ഇതുവരെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പോവുകയാണ്. നമുക്ക് പച്ചമുളക് ഉള്ളിയൊക്കെ ഇടിച്ചെടുക്കാം. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതായത് ആദ്യം പൊടിച്ചെടുക്കേണ്ടത് നമുക്ക് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമ്മളൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതെ, ഇതുപോലെ ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി. നമ്മളൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവൊന്നും ഉള്ള പച്ചമുളകൊന്നുമല്ല. ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മളത് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. കഴുകൊന്നും വേണ്ട കേട്ടോ. മാങ്ങയ്ക്ക് ഉപ്പുണ്ട്. നമ്മൾ കറിയിൽ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ചതച്ച കറിവേപ്പില മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഉപ്പിടണ്ട. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുന്ന നേരത്തിന് നമുക്ക് തേങ്ങ എടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കാളനിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ തേങ്ങയാണിത്. അപ്പം നമുക്ക് അതിലേക്ക് ജീരകം വേണം. ഇത് ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വെള്ളം കുറച്ച് തൈര് കൂട്ടി നമുക്ക് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ കാളനല്ല. അപ്പോൾ നമ്മൾ വെള്ളം കൂട്ടി അരച്ചിട്ട് പിന്നെ നമ്മൾ തൈരും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ കറിക്ക് വെള്ളം കൂടും. അപ്പോൾ നമുക്കിതൊന്ന് തൈര് കൂട്ടി അരച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിൽ ലേശം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ പാക്കറ്റ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണിത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാങ്ങ വെന്ത് കിടക്കുകയാണ്. ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു കൊണ്ടുവന്നത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റി വരട്ടെ. ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാളനൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്. നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് ഇറങ്ങും. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ്. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റും. നമ്മൾ കുരുമുളകൊന്നും നമ്മൾ ചതച്ചെടുത്തില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാളൻ എന്ന് വെച്ചാൽ നമ്മൾ ഇലയിൽ ഒഴിച്ചാൽ ഒലിച്ച് പോരുത്. അതാണ് നമ്മുടെ കാളൻ്റെ അളവ് കേട്ടോ, വെള്ളം. ഇതിപ്പോൾ നമ്മൾ ഈ ചട്ടിയിലായതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടി വറ്റി നല്ല കുറുകി ഇതാവും. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് താളിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം.
വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കുരുമുളകും പച്ചമുളകുമാണ് ചേർത്തേക്കുന്നത്. താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉപ്പുമാങ്ങ കാളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് നമ്മുടെ ഉപ്പുമാങ്ങ കൊണ്ടുള്ള കാളൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.